ശശി തരൂർ കോൺഗ്രസിന്റെ അഭിമാനമാണ് പറയുന്നത് വി.ഡി. സതീശനാണ്. ഇതുവരെ അപമാനം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കോൺഗ്രസ്സുകാർ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുമായി ഒരു 2.5 മണിക്കൂർ ചർച്ച കഴിഞ്ഞ് ശശി തരൂർ പുറത്തിറങ്ങിയതിനു ശേഷം 140 മണ്ഡലങ്ങളിലെയും പ്രധാനപ്പെട്ട മുഖം ശശി തരൂർ. ഇതാണ് പറയുന്നത്. ശശി തരൂർ വല്ലാത്തൊരു ആവേശമായി ഞങ്ങൾക്ക് മാറുന്നു എന്നാണ് പറയുന്നത്. ടെസ്റ്റ് ഡോസ് എവിടെ നിന്നാണ് വന്നത്? ഇന്നലെ ശശി തരൂരിനെ വിളിച്ചിരുത്തി ഖാർഗെയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും കൂടെ സംസാരിച്ചതിന് ശേഷം ഇറങ്ങി വന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ കോൺഗ്രസിന്റെ കൂടാണ്, എനിക്ക് പദവികൾ വേണ്ട, ഇപ്പൊ തന്നെ എൻ്റെ പദവി MP സ്ഥാനം ഉണ്ടല്ലോ, അതൊരു വലിയ പദവിയല്ലേ, ഞാൻ പദവികൾ ആഗ്രഹിക്കുന്ന ആളല്ല, ഞാൻ കോൺഗ്രസിന്റെ കൂടെ കാണും, മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ചിട്ടേ ഇല്ല. അപ്പം അദ്ദേഹം പറഞ്ഞപ്പം കോൺഗ്രസിനകത്തൊരു പ്രശ്നം ഉണ്ടാകരുത്, നമ്മുടെ കേരളത്തിൽ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇദ്ദേഹം ഉണ്ടാകണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് എല്ലാം സംബന്ധിച്ച് ഇവിടെ വന്നിട്ട് ഒരു വല്ലാത്തൊരു, ഇപ്പം നമുക്ക് തോന്നില്ലേ കോൺഗ്രസ്സിന് ഇങ്ങനെയും കോൺഗ്രസ്സുകാരുണ്ടോ? കാരണം സാധാരണ കേരളത്തിലുള്ള എല്ലാവർക്കും തോന്നുന്നത് ഇവിടെ 16 മുഖ്യമന്ത്രിമാരും 22 ഉപമുഖ്യമന്ത്രിമാർ ഇപ്പം തന്നെ നിൽക്കുക. അപ്പാടെ 22 MLA-മാരേ ഉള്ളൂ. കാരണം കോൺഗ്രസിനകത്തുനിന്ന് അടുത്ത 2026 ആവാൻ നിൽക്കുന്നവരുടെ കാര്യമാണ് ഞാനീ പറയും. ആ സ്ഥാനത്ത് ഒന്നും വേണ്ട, എനിക്കുള്ളതെല്ലാം തൃപ്തിയിലാണ് എന്നുള്ള രീതിയിലേക്ക് ഒരു പ്രധാനപ്പെട്ട, അതായത് ലോകം അറിയപ്പെടുന്ന, ലോകത്ത് ചർച്ച ചെയ്യുന്ന ഒരാൾ പറയുക എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിന്റെ ഒരു അസറ്റ് തന്നെയല്ലേ, കോൺഗ്രസിന്റെ ഒരു അഭിമാനം തന്നെയല്ലേ എന്നുള്ളത്. ഇങ്ങനെയും കോൺഗ്രസ്സുകാരുണ്ട്, ഇങ്ങനെ ആവണ്ടേ കോൺഗ്രസ്സുകാർ, ഇങ്ങനെ ആയിരുന്നല്ലോ പണ്ട് പല കോൺഗ്രസ്സുകാരും എന്നുള്ള രീതിയിലേക്ക് പഴയ മൂപ്പിലന്മാരും കോൺഗ്രസിന്റെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ആവാത്തതുകൊണ്ട് ആ കോൺഗ്രസ് ഇത്തരത്തിലായിപ്പോയത്. ഇതെന്നാ തരൂർ ഉദ്ദേശിച്ചു? ഇതേ രീതിയിലൊരു വലിയ ബിൽഡപ്പ് തരൂരിന് മനസ്സിലായി. എന്നെ വൃത്തിയായിട്ട് ഉമരത്തേക്കും, എൻ്റെ ഈ പറയുന്നത് പോലെ എൻ്റെ ഇമേജ്, എൻ്റെ വലിപ്പം ഒന്നും കൊണ്ട് ഇതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല. ആ വലിപ്പം അംഗീകരിക്കുന്ന ഒരവസ്ഥ നെഹ്റു കുടുംബത്തിനകത്തില്ല. ആ വലിപ്പത്തിന് എൻ്റെ കോൺഗ്രസിന്റെ കൂടെ നിന്നാൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആൾ ഇസ്പേഡ് 7-ാം കൂലി ആകും, അതുകൊണ്ട് എനിക്ക് ഇതിനകത്തൊന്നും കിട്ടത്തില്ല എന്നുള്ള രീതി വന്നപ്പോൾ അദ്ദേഹം വേറൊരു ശൈലി ഉപയോഗിച്ചു. മനസ്സിലാവുന്നുണ്ട്? ഈ ശൈലി പുള്ളിയുടെ ഇമേജ് ബിൽഡപ്പ് ആക്കുന്നതിനും ഒരുപക്ഷെ പുള്ളിക്ക് മാത്രം വലുതാവുന്നതിനും സാധിക്കത്തുള്ളൂ. കാരണം ഇനിയിപ്പോൾ വരുന്നത് എന്താണെന്ന് പറയും, എന്ത് തരൂര് പറഞ്ഞാലും ഇതുവരെ തരൂര് ന്യായമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് ന്യായമുള്ള കാര്യങ്ങൾ വളരെ സെലക്റ്റീവായിട്ട് അയാൾ പറയുന്നുണ്ട്. ഇത് കോൺഗ്രസ് അങ്ങനെ അല്ലെന്ന് പറയുമ്പോൾ ഇതാണ് ന്യായമെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിനകത്ത് നിന്നൊരു പ്രതിപക്ഷം കളിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇനി ശശി തരൂര് ഈ ഒരു ബിൽഡപ്പിലേക്ക് നമ്മൾ വിചാരിച്ചു, ഇതുവരെ ശശി തരൂരിന്റെ പുറകെ നിന്നതും കഴിഞ്ഞ ദിവസം വരെ വന്ന വാർത്തയൊക്കെ എന്തോ സിനുജി, ശശി തരൂര് ഇതിനകത്തുനിന്ന് പോകാൻ വേണ്ടി പല പണികളും നടത്തുന്നു. BJP വലിയ ഓഫർ വെച്ചിരിക്കുന്നു. നാളെ കാലത്തെ BJP അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് BJPക്ക് ശശി തരൂരിനെ BJPയുടെ സ്ഥാനാർത്ഥിയാക്കി MP ആക്കാൻ നോക്കുന്നു. കഴിഞ്ഞ ദിവസം വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഇയാൾ വലിയ വലിപ്പത്തിലുള്ള ആളാണ്. ഇയാളെ ഈ അവസരത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇവിടെ വന്ന ഒരു, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി വന്നപ്പോൾ പരിഗണന കുറഞ്ഞു, അതൃപ്തിയാണ്, കോൺഗ്രസോട് വിട്ടുനിൽക്കുന്നു. ആ സമയം കൊണ്ട് അദ്ദേഹത്തെ CPM-നകത്തോട് ചേർക്കാൻ നോക്കുന്നു. അപ്പൊ ഇയാൾ വലിയ വലിപ്പമുള്ള ആളാണ്. ഇപ്പൊ CPM ചർച്ച ചെയ്യുന്ന 2 ദിവസം, ഇന്നലെ പറഞ്ഞ് ഞാൻ CPM-ആയിട്ട് ചർച്ച ചെയ്തിട്ടില്ല. അപ്പം അതേ രീതിയിലൊക്കെ ഇനിയും ശശി തരൂർ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ശശി തരൂർ കാര്യം പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും. 10 ദിവസം കഴിയുമ്പോൾ കോൺഗ്രസിനകത്ത് രാഹുൽ ഗാന്ധി അറിയാമല്ലോ, എന്തായാലും ഇത് ഒരു മനസ്സുകൊണ്ടൊന്നും പറഞ്ഞല്ലോ എന്നുള്ള കാര്യം, ശശി തരൂരിന്റെ പുറകോട്ടുള്ള കാര്യമൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം. നാളെ കാലത്ത് ഒരു വിഷയം വരുമ്പോൾ ഇതേ രീതിയിൽ അവിടെ നിന്നുകൊണ്ട് ശശി തരൂർ അതിൻ്റെ കൃത്യമായിട്ടുള്ള അഭിപ്രായം പറയും. അപ്പം BJP-കാരൻ പറയുന്നതിനാണോ BJP-കാരൻ ആഗ്രഹിക്കുന്ന കാര്യം ശശി തരൂരാ പറയാൻ പോകുന്നേ? ശശി അത് വലിയ വലിപ്പത്തിലാവും, അത് തെറ്റാവും. അത് അങ്ങനെ കോൺഗ്രസ് എന്ന് പറയുന്നത് നടത്തിക്കൊണ്ട് പോകുന്ന കാര്യത്തിൽ വീണ്ടും പ്രതിപക്ഷം 2029 വരെ ഈ പ്രതിപക്ഷം അല്ലെങ്കിൽ ഈ കളി കളിച്ചാൽ മതിയെന്ന് ഒരുപക്ഷെ ശശി തരൂർ തീരുമാനിച്ചിരിക്കുന്നതാണോ, ആരെങ്കിലും തീരുമാനിപ്പിച്ചതാണോ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശശി തരൂരിൻ്റെ തരികിട തന്നെയാണ് ഇത്. ഞാനീ പറയുന്നത് പോലെ എല്ലാം വിട്ടൊഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന മാനസികാവസ്ഥ കഴിഞ്ഞ ഒരു ദിവസം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കേരളത്തിൽ പഞ്ചായത്തോത്സവത്തിന് വന്നതിന് ശേഷം ഉണ്ടാകേണ്ട രീതിയിലേക്കുള്ള ഒരു അനുഗ്രഹം ഒന്നും പുള്ളി കിട്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം മുഖ്യമന്ത്രി ആവാൻ നിന്നതാ. അദ്ദേഹം ഡൽഹി രാഷ്ട്രീയം ഉപയോഗിച്ച് ഇവിടുത്തെ മുഖ്യമന്ത്രി ആകുന്നതിന് വേണ്ടി ഇവിടെ വന്ന് കളിച്ച കളിയൊക്കെ നമുക്കറിയാം. AICC-ക്കകത്ത് അദ്ദേഹം ഈ AICC പ്രസിഡന്റായിട്ട് ഞാൻ മത്സരിക്കും, അല്ലെങ്കിൽ അത്തരത്തിൽ കോൺഗ്രസിനകത്ത് കൃത്യമായ ഒരു ഡിബേറ്റ് ഉണ്ടാക്കി
നിർത്തിയിരിക്കുന്ന ആളാണ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ രീതിയിലെല്ലാം വലിയൊരാളാണ്. ഇന്ന് വന്ന ശശി തരൂർ പറയുന്നത് എനിക്കൊന്നും വേണ്ട, MP ആണ്, ഞാനൊരു സാത്വികനാണ്, സന്യാസിയാണ്, ആ മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന ആളാന്നൊക്കെ പറഞ്ഞാൽ അത് രാഷ്ട്രീയക്കാരൊക്കെ കേൾക്കുമ്പോൾ അവർക്കാർക്കും വിശ്വസിക്കാൻ ഒക്കുന്നില്ല. ശശി തരൂർ ഇപ്പോൾ ഉണ്ടാക്കുന്ന ബിൽഡപ്പ് എന്ന് പറഞ്ഞാൽ അയാളുടെ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കളിച്ച ഏറ്റവും വലിയ കളിയാണ്. ഇനിയും കോൺഗ്രസിനകത്ത് നിന്ന് ശശി തരൂർ പറയുന്നതിനപ്പുറം ആർക്കും പറയാൻ പറ്റത്തില്ല. ആര് പറഞ്ഞാലും പൊസിഷനൊക്കെ കാണും, ഒരു KCC പ്രസിഡന്റും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവും. പക്ഷെ ഇദ്ദേഹം പറയുന്നതിനായിരിക്കും വില. അത് ശരിയാണ്, 100 വട്ടം ശരിയാണ്. ഒന്നും വേണ്ടാത്ത ആ മനുഷ്യൻ ഈ കോൺഗ്രസിനകത്ത് ഉണ്ടാവേണ്ട, അയാളെ ഏൽപ്പിക്കേണ്ട, ഇതിന് രക്ഷപ്പെടണം എന്നുള്ള രീതിയിലൊക്കെ വർത്തമാനം ആണ് ഇതിൻ്റെ പിറകിൽ. അത് ഇന്ത്യക്കകത്തുള്ള കോൺഗ്രസ്സുകാരെ കൊണ്ട് പറയിക്കുന്നതിന് വേണ്ടിയുള്ള കളി തന്നെയാണ്. ഈ ശശി തരൂർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എല്ലായ്പ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളെയൊക്കെ എന്താ പറയുക വളരെയധികം പുകഴ്ത്തുന്നുണ്ട്, BJPയുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നുണ്ട്, ഈ രീതിയിലുള്ള പ്രവർത്തനം നടത്തും. അപ്പോൾ എല്ലായ്പ്പോഴും ശശി തരൂർ BJPയെ സപ്പോർട്ട് ചെയ്യുന്ന മോദിയുടെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തുന്ന ഒരു നേതാവായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഈ ശശി തരൂരിനെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ശശി തരൂരിനെ കോൺഗ്രസ്സുകാർ പുറത്താക്കില്ല. പുറത്താക്കിയാൽ അവിടെ ഒരു രക്തസാക്ഷി ഇമേജ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ BJPയിൽ വലിയ പദവി കിട്ടുമെന്ന സത്യത്തിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ശശി തരൂരിനെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ശശി തരൂർ BJPയിലേക്ക് വന്നാൽ അർഹമായ ഒരു പദവി കൊടുക്കണം. എന്ത് പദവി കൊടുക്കണം? സ്വാഭാവികമായിട്ട് UN-ന്റെ തലപ്പത്തൊക്കെ ഇരുന്ന് പ്രവർത്തിച്ച ഒരു പ്രവർത്തന പാരമ്പര്യമുണ്ട്, വിദേശകാര്യ മേഖലയിലൊക്കെ പ്രവർത്തിച്ച പാരമ്പര്യമുള്ള അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു പദവി എന്താ? വിദേശകാര്യമന്ത്രി. പക്ഷേ നമ്മുടെ S ജയശങ്കർ എന്ന് പറയുന്ന വിദേശകാര്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിമാനമാണ്. അദ്ദേഹമാണ് പല കാര്യങ്ങളും വളരെ തന്ത്രപരമായിട്ട് നീക്കുന്നത്. അവിടെ കൊണ്ടിരുത്താൻ പറ്റില്ല, ഒരു വിദേശകാര്യ സഹമന്ത്രിയായിട്ട് ഇരുത്താൻ പറ്റില്ല. തൽക്കാലം ശശി തരൂരിനെ ഈ പറയുന്ന പോലെ ഇവിടെ നിർത്തുക, BJPയുടെ കൂടെ അല്ല എന്നാൽ BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നിർത്തുക. ഇനി ഏതെങ്കിലും കാരണവശാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്നു. ഈ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയാകാൻ VD സതീശന് ക്ലെയിം ഉന്നയിക്കാം. രമേശ് ചെന്നിത്തല എത്രയോ കാലമായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്നു. KC വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇനി ഒരുപക്ഷെ ഈ പറയുന്ന VM സുധീരനെ പോലെയുള്ള നേതാക്കളെയൊക്കെ രംഗത്തിറക്കി മറ്റൊരു നേതൃത്വം, ഇതൊക്കെ തമ്മിലൊരു അടി ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒടുവിൽ ഈ പറയുന്ന ശശി തരൂർ ഒരു ക്ലീൻ ഇമേജ് ഉള്ള വ്യക്തി. അതുകൊണ്ടാണ് ശശി തരൂർ ഇപ്പം പറയുന്നത്, ഞാൻ കോൺഗ്രസ് വിട്ടുപോകുന്നില്ല, എനിക്ക് പദവി വേണ്ട, എനിക്ക് ജനങ്ങളെ സേവിച്ചാൽ മതി, കോൺഗ്രസിനൊപ്പം നിന്നാൽ മതി. ഇതൊക്കെ പറയുന്ന ശശി തരൂർ ഒരു ക്ലീൻ ഇമേജ് എന്ന നിലയിൽ വരികയും കേരളത്തിലെ കോൺഗ്രസ്സുകാർ ശശി തരൂരിനെ പിന്തുണയ്ക്കുകയും ചെയ്താൽ നാളെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് ശശി തരൂർ വരില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ആവശ്യം വരുന്ന ഘട്ടത്തിൽ ശശി തരൂരിനെ ഉപയോഗിക്കാൻ വേണ്ടി നിർത്തിയേക്കുക. അല്ലെങ്കിൽ എന്നേ ശശി തരൂരിനെയൊക്കെ പർച്ചേസ് ചെയ്യാൻ BJPക്ക് സാധിക്കുമായിരുന്നു. അർഹമായ ഒരു പദവി കൊടുക്കാൻ BJPക്ക് തൽക്കാലം ഒഴിവുകളൊന്നുമില്ല. 2029 വരെ നില്ല്. അങ്ങനെ നിന്നാൽ വീണ്ടും ഒഴിവ് വരും. എന്താ പറയുക, പ്രസിഡന്റ് പദവിയുണ്ട്, വൈസ് പ്രസിഡന്റ് പദവിയുണ്ട്, ഉന്നത പദവിയിലേക്കൊക്കെ വരാം. എന്ന് പറഞ്ഞാൽ BJPക്ക് ഉറപ്പുണ്ട് അടുത്ത ടൈമും BJP തന്നെ അധികാരത്തിലേക്ക് വരുമെന്ന്. അതിന് ഈ ചിഹ്ന ഭിന്നമാക്കണം. കോൺഗ്രസ് കൃത്യമായിട്ട് ഉപയോഗിക്കണം. അത് ഇപ്പം അയാൾ നിൽക്കുന്ന തട്ടം കേരളത്തിലാണ്. കേരളത്തിൽ അതിന് അല്പം പ്രയാസമുണ്ട്. ആ പ്രയാസത്തെ മറികടക്കണം. പിന്നെ ശശി തരൂർ നിങ്ങൾ പറഞ്ഞത് നാളെ കാലത്തെ മുഖ്യമന്ത്രി ആകത്തില്ല എന്ന് അയാൾക്ക് 100 വട്ടം അറിയാം. അയാളുടെ മനസ്സിലെ ആഗ്രഹമുണ്ട്. അപ്പം ഒരു ബോധ്യപ്പെട്ട അയാൾക്ക് ആകത്തില്ല, ഞാൻ ആകുന്നില്ല, ഞാൻ ഇതിനില്ല എന്ന് തീരുമാനിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയും 2026 കോൺഗ്രസ് അധികാരത്തിൽ വരാത്ത ഒരു അവസ്ഥയും കൂടെ ആലോചിച്ച് നോക്കി. അല്ല, ആലോചിച്ച് നോക്കി, മനസ്സിലാവുന്നുണ്ടോ? അപ്പം അന്നേരം വീണ്ടും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ചർച്ചയാണ്, ശശി തരൂർ വല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു ചിലപ്പോൾ കിട്ടിപ്പോയത്. ഒരു ഇമേജ് ഭയങ്കരമായിട്ട് ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പുറകിൽ തരൂര് മാത്രമല്ല BJPയും ഉണ്ടെന്ന് വിചാരിക്കേണ്ടി വരും. 2029 മുമ്പേ ഒരു തയ്യാറെടുപ്പ് BJP നടത്തും. അതായത് BJPയുടെ കളി അത്ര ചെറുതാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിൽ വേരുറപ്പിക്കണം. എന്നാൽ പെട്ടെന്ന് 2 കാല് നീട്ടിയാൽ മതി എന്നുള്ള നിലപാടാണ് BJPക്ക്. പെട്ടെന്ന് തന്നെ നടുവൊടിക്കണം എന്ന ആഗ്രഹം ഇല്ല. അതുകൊണ്ട് തരൂർ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഞാൻ കോൺഗ്രസിന്റെ കൂടെയാണ്, കോൺഗ്രസ് തരൂർ അഭിമാനമാണെന്ന് VD സതീശൻ പറഞ്ഞ, ഞങ്ങൾ ആരും പിണക്കങ്ങളില്ല, ഞങ്ങൾ ഒന്നാണ്, ഒറ്റക്കെട്ടാണെന്ന് ജനങ്ങളെ കാണിക്കാനുള്ള ഒരിത്. പക്ഷെ തരൂരിന് നന്നായിട്ട് അറിയാം, ഇവന്മാര് ഞാൻ അങ്ങോട്ട് തിരിയുമ്പോൾ എനിക്കിട്ട് താങ്ങുന്നവന്മാരാണ് ഇവന്മാരെല്ലാം, നീയൊക്കെ എന്നെ എത്രത്തോളം കൊണ്ടുപോകുന്ന നോക്കട്ടെ, മറുപണി ഞാൻ വച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. സിനിജി പറഞ്ഞതുപോലെ 2029 വീണ്ടും അധികാരത്തിൽ BJP തന്നെ വരും. അന്ന് BJPയിൽ ഒരു മികച്ച സ്ഥാനം തരൂരിന് ഉണ്ടാകും. അതുവരെ തൽക്കാലം കോൺഗ്രസിലേക്ക് നിൽക്ക് എന്നുള്ള ഒരു രീതിക്ക് തന്നെയാണ്. അതെ, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സർവേ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് BJPക്ക് ഒറ്റയ്ക്ക് 282 വരികയാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം
400-ൽ പുറത്ത് സീറ്റുമായിട്ട് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിരുന്ന BJP ഉം. അതിനകത്തൊരു തട്ടുകേട് ഒരു പക്ഷേ 2029 കാരണം മോദിയുടെ ഒക്കെ ഒരു ശൈലി അതാണ്. നമ്മൾ ഈ ഗുജറാത്തിൽ കണ്ടിട്ടില്ലായിരുന്നു ഇത്ര റെക്കോർഡ് മറികടക്കണമെന്ന് പറഞ്ഞിട്ട് വന്ന ആ പ്രാവശ്യം ഒരു റെക്കോർഡ് മറികടന്നില്ല അതെ, അതെ, എന്ന് പറഞ്ഞാലേ ആ ഒരു ഉദ്ദേശത്തോടു കൂടി. കാരണം ഒരു ആ ഉദ്ദേശം വരും. മാത്രമല്ല അന്ന് മോദി ആവണമെന്നില്ല പ്രധാനമന്ത്രി, അതെ. മോദി പതുക്കെ മാറിയിരിക്കും. അതെ. എന്നിട്ട് അടുത്ത നമ്മൾ വിചാരിക്കും അമിത്ഷാ വരുന്നത്. അമിത്ഷാ ആയിരിക്കണമെന്നില്ല, ഇല്ല. പുതിയ പുതിയ ആൾക്കാരല്ലേ. ആൾക്കാര്. അതാണ് മോദി BJP. ഇലക്ഷനെ ഫേസ് ചെയ്യുന്നതിന് വരെ മോദി കാണും. അതെ, അതെ. അതിനുശേഷം ഒരു ചിലപ്പോൾ ബ്രാൻഡായി മോദിക്ക് അവതരിപ്പിക്കാൻ brand മോദി ഉണ്ടാകും. അപ്പൊ ആ സമയത്ത് എനിക്ക് തോന്നുന്നത് 400-ൽ പുറത്ത് MP-മാരുമായിട്ട് NDA വിന്നത് അധികാരത്തിൽ വരുമെന്ന് വിചാരിച്ചിരുന്ന ഒരു വർത്തമാനം യാഥാർത്ഥ്യത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരുക്കമൊക്കെയാണ് അത് കേരളത്തിൽ കൂടി. അപ്പൊ അത് അതായത് കൈകാര്യം 400+ ചെയ്യുന്ന- എന്ന് പറയുന്നത് അന്നത്തെ പ്രഖ്യാപനം നമുക്ക് ഇനി നടപ്പാക്കണം എന്നിവരൊരു ആർജവത്തോടെ തീരുമാനം എടുക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനം നടത്താനും. വളരെ ദീർഘമായിട്ടാണല്ലോ അതിന്റെ ഒരു പ്രവർത്തനം. അതെ. നമ്മുടെ മറ്റൊരു ഇലക്ഷൻ കഴിഞ്ഞിട്ട് സ്ഥാനാർത്ഥി തീരുമാനിച്ച് ഇലക്ഷൻ വർക്ക് നടക്കുന്ന പോലല്ല. BJP 2024 അധികാരത്തിൽ വന്നതിന് ശേഷം 29-ലേക്കുള്ള പണി അന്നോട്ട് തുടങ്ങി. തുടങ്ങി. അതെ, അതെ. അല്ല അങ്ങനെയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. അതെ, അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.